മിസൈൽ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഗാസയിലെ ഹോളി ഫാമിലി ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിനായി $25,000 സംഭാവന ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ ജൂത കമ്മിറ്റി. ജൂലൈ 17 നടന്ന മിസൈൽ ആക്രമണത്തിൽ ദേവാലയത്തിന് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും 3 പേർ മരിക്കുകയും ഇടവക വികാരി ഉൾപ്പെടെ 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗാസയിലെ ഹോളി ഫാമിലി ദേവാലയത്തിലെ മരണങ്ങളിലും പരിക്കുകളിലും ഘടനാപരമായ നാശനഷ്ടങ്ങളിലും ഞങ്ങൾ വളരെയധികം ദുഃഖിതരാണ്. കൂടാതെ ഞങ്ങളുടെ കത്തോലിക്ക സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പരിക്കേറ്റവരുടെ പൂർണ്ണമായ രോഗശാന്തിക്കും യുദ്ധത്തിൻ്റെ കെടുതിയിൽ വലയുന്ന എല്ലാ ജനങ്ങളുടെയും സുരക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പ് CEO ടേഡ് ഡച്ച് ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞു. ന്യൂയോർക്ക് സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോള ജൂത അഭിഭാഷ സംഘം കർദിനാൾ തിമോത്തി ഡോളന്റെ സഹായത്തോടെ ന്യൂയോർക്ക് അതിരൂപത വഴി ഗാസ ഇടവകയ്ക്ക് ഫണ്ട് വിതരണം ചെയ്യുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. AJCയുടെ ആശ്വാസത്തിനും പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. കൂടാതെ യുദ്ധത്തിൻ്റെ ഇരുട്ടിലേക്ക് വെളിച്ചം വീശുന്നതിനായി യഹൂദരും കത്തോലിക്കരും എന്ന നിലയിൽ ഒരുമിച്ച് നന്മ ചെയ്യാൻ അവസരം ലഭിച്ചതിന് നന്ദിയുള്ളവരുമാണ് എന്നും കർദിനാൾ ഡോളൻ പറഞ്ഞു. 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചത് മുതൽ കത്തോലിക്കർ, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവരുൾപ്പെടെ 600-ലധികം ആളുകൾക്ക് അഭയകേന്ദ്രമായി നിലകൊണ്ട ദേവാലയമാണ് ഹോളി ഫാമിലി പള്ളി.